സുവർ സാറാണ്. മറ്റൊരു CBSE ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോളിനോമിയൽസിനുള്ളിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലുള്ള ക്വസ്റ്റൻ ഇല്ല, പക്ഷെ എക്സാമിനൊക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് നല്ല പരിചയമായി. ആൽഫ ആൻഡ് ബീറ്റ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ അല്ലേ? അത് തന്നെയാണ്. അപ്പൊ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ 4x² + 4x + 1. Then form a quadratic polynomial whose zeros are 2α and 2β. Okay. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. 2α and 2β എന്നാകാം, 2/α and 2/β എന്നാവാം, പല രീതിയിൽ കൂടെ വരാം കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മളിങ്ങനെ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് എന്ന് കേട്ടാൽ ഫസ്റ്റ് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയും കണ്ടുപിടിക്കണം, ആൽഫ ബീറ്റയും കണ്ടുപിടിച്ചേക്കണം. ഒട്ടും സമയം കളയല്ല കേട്ടോ. What is alpha plus beta? Minus coefficient of x divided by coefficient of x² or minus b by a. ഇവിടെ a ആരാന്ന് ചോദിച്ചാൽ what is a? 4, b 4, c 1. ഓക്കെ, അപ്പൊ മൈനസ് b by a എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും മോനെ? നോക്കിക്കേ, minus 4/4. ആൻസർ ഈസ് -1. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ c by a, c by എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കേട്ടോ. c by എന്നാണ്, that is constant divided by coefficient of x², that is 1/4. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ കിട്ടി, ആൽഫ ബീറ്റ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇനി പുതിയ സീറോസുകൾ ഉണ്ടോ, ഇത് സീറോസ് ആവുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുതിയ സീറോസിന്റെ സമ്മും പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. പുതിയ സീറോസിന്റെ സം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയും സം, that is 2α plus 2β. That is 2 into alpha plus beta. That is 2 into what is alpha plus beta? നമുക്ക് ഇവിടെ കിട്ടിയത് -1. That is -2. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലേ? നെക്സ്റ്റ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പുതിയ സീറോസിന്റെ പ്രോഡക്റ്റ്, that is 2α into 2β. ഓക്കെ, 2 into 2 എത്ര മോനെ? 4 ആൽഫ ബീറ്റ. what is ആൽഫ ബീറ്റ? ഇവിടെ കിട്ടുന്നുണ്ടല്ലോ മോനെ, ആൽഫ ബീറ്റ 1/4. That is 4 into alpha beta 4 into 1/4. Answer is 1. ഓക്കെ ആണല്ലോ. അപ്പൊ പുതിയ സമം കിട്ടി, പുതിയ പ്രോഡക്റ്റും കിട്ടി. ദെൻ നമ്മുടെ ഇക്വേഷൻ x² മൈനസ് സം ഇൻറ്റു x പ്ലസ് പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫോർമുല. x² മൈനസ് സം ഇൻറ്റു x പ്ലസ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഇംപ്ലൈസ് x². വാട്ട് ഈസ് സം? -2 അല്ലേ? -2 ഇൻറ്റു x പ്ലസ് പ്രോഡക്റ്റ് എത്ര? 1. ഈ രണ്ട് മൈനസോട് എന്താവും? പ്ലസ് ആവുമ്പോൾ ആൻസർ x² + 2x + 1. ഓക്കെ ആണല്ലോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം.